മുമ്പ് ഒരു സ്റ്റുഡന്റ് പാസ്സായി പുറത്തു വന്ന ഉടനെ 1.28 കോടി രൂപ പ്രതിവർഷം ശമ്പളത്തിന് അപ്പോയിന്റ്മെന്റ് ആ കുട്ടിക്ക് കിട്ടിയത്. അത് ആ സ്ഥാപനത്തിന്റെ മഹത്വമാണ്. അവിടെ ഞാൻ ക്ലാസ് എടുത്തത് വേദിക് മാനേജ്മെന്റ് എന്ന വിഷയത്തിലാണ്. ഞാനവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് വരെ ഞാൻ ധരിച്ചിരുന്നത് അവിടുത്തെ വിദ്യാർത്ഥികൾക്കാണ് ക്ലാസ് എന്നായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പ്രശസ്തമായ മൾട്ടിനാഷണൽ കമ്പനിയിൽ വിപ്രോ ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, അതേപോലെയുള്ള കമ്പനികളെല്ലാം ഉണ്ട്. ആ കമ്പനിയിലെ വളരെ ടോപ്പ് മാനേജ്മെന്റ് ആണ്. അവർ പലരും മാനേജ്മെന്റ് MBA എടുത്തിരിക്കുന്നത് വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്. അവർക്ക് ഒരു ദിവസത്തെ ശിബിരമാണ്, ഒരു ദിവസത്തെ ക്യാമ്പാണ്. അവിടെ ഒരു 1 ഡേ സെമിനാറാണ്. രാവിലെ തൊട്ട് ക്ലാസ് ഉണ്ട്. എൻ്റെ ക്ലാസ് പ്രീ ഡിന്നർ സെഷൻ ആയിരുന്നു, 5 തൊട്ട് 6:30 വരെ. ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോൾ അല്പം ഭയന്നു. വിദ്യാർത്ഥികൾക്കാണെന്ന് വിചാരിച്ചെടുക്കാൻ പോയി. ഈ മൾട്ടിനാഷണൽ കമ്പനിയിലെ മാനേജേഴ്സിനാണ് എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഭയന്നുപോയി. എന്നാലും വളരെ വ്യക്തമായ ഭാഷയിൽ വേദിക് മാനേജ്മെന്റിന്റെ 25 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. അത് അവിടെ കൂടിയിരുന്നവര് അസാധാരണമായ ഭവ്യതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അവർ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. ആ ലെക്ചർ കഴിഞ്ഞ ഉടനെ അവര് അത് കോർഡിനേറ്റ് ചെയ്ത വ്യക്തിയോട് പറഞ്ഞത്, ഈ ലെക്ചറിന്റെ CD ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ 98 കോപ്പി എടുത്ത് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് പോകുമ്പോൾ ഞങ്ങൾക്ക് അതും കൊണ്ട് പോകാം. ഇത്രയും ഞാൻ പറഞ്ഞത് ഗോപാലകൃഷ്ണന്റെ ലെക്ചർ മഹത്വമേറിയ ഒരു കാര്യമായിരുന്നു എന്ന് അറിയിക്കാനല്ല, അതല്ലായിരുന്നു താൻ. പക്ഷേ വേദിക് മാനേജ്മെന്റ് എന്ന സങ്കല്പം എത്ര ഭംഗിയായിട്ടാണ് അത്യന്താധുനിക മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നവര്, അത്യന്താധുനിക കമ്പനിക്കാര്, ഫാക്ടറിക്കാര് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ സന്തോഷം തോന്നി. പൈതൃക സന്ദേശം കേൾക്കുന്നവരും അത് എഴുതിയെടുക്കുന്നവരും അത് ജീവിതത്തിൽ പകർത്തുന്നവരും പലരും ഫോൺ വിളിച്ച് എന്നെ അവരുടെ സന്തോഷം അറിയിക്കാറുണ്ട്. പക്ഷെ കൺമുമ്പിൽ കാണാൻ സാധിച്ചതാണ് ബാംഗ്ലൂർ IIM-ല് അതിൽ പങ്കെടുത്തവരുടെ മുഖത്തെ ഭാവവ്യത്യാസം. നമ്മളുടെ നാടിന്റെ പൈതൃകം ഇന്നും 21st സെഞ്ച്വറിയില് അൾട്രാ മോഡേൺ മണ്ഡലത്തില് പ്രവർത്തിക്കുന്നവർക്കും 100% ആപ്ലിക്കബിൾ ആണ്. ആ ആപ്ലിക്കബിലിറ്റി ആണ്, അഡോപ്റ്റബിലിറ്റി ആണ്, അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി ആണ് ആ പ്രസന്റേഷനിൽ നിന്ന് അവിടെ കൂടിയിരുന്ന ഡെലിഗേറ്റ്സിന് ലഭിച്ചത്. അതുകൊണ്ട് ഓർമ്മിക്കാം, നമ്മളുടെ നാടിന്റെ പൈതൃകം അത് ഇവിടെയുള്ള എല്ലാ മതസ്ഥരുടെയും എല്ലാ ഇസത്തിലുള്ളവരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടേതുമാണ്. അത് പഠിക്കാൻ സാധാരണ സ്കൂളിൽ ചെല്ലുമ്പോൾ വിദ്യാർത്ഥികള് ശ്രദ്ധയോടുകൂടിയിരിക്കുന്നത് പോലെ അത്യന്താധുനിക അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും 2 കൈയും നീട്ടി സ്വീകരിക്കാൻ അവരുണ്ട്. ആ ഒരു കാഴ്ച അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അതിന്റെ സംതൃപ്തിയും ചാരിതാർത്ഥ്യവും നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് നമ്മളും ഈ വലിയ പൈതൃകത്തിന്റെ അവകാശികളാണ്. നമ്മളുടെ കമ്പനികളിലും ഫാക്ടറികളിലും ഓഫീസുകളിലും ഈ സന്ദേശങ്ങൾ എത്തിക്കണം. അതിവിടുത്തെ ഹിന്ദുക്കളുടെ മാത്രമൊന്നുമല്ല, ഭാരതീയരായി ജനിച്ച 110 കോടി ജനതയുടെയും അവകാശമായ ഈ വേദിക് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഇൻ രാമായണ, മാനേജ്മെന്റ് ഇൻ മഹാഭാരത, മാനേജ്മെന്റ് ഇൻ പുരാണാസ്, മാനേജ്മെന്റ് ഇൻ ധർമ്മശാസ്ത്ര, ഇത് വ്യക്തമായ ബോധത്തോടു കൂടി വിവരിച്ച് അതിനകത്ത് മതത്തിന്റെ ഭാഗം ചേർക്കാതെ ആവശ്യമുള്ള മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും അതേപോലെ ശരീരശാസ്ത്രവും ബാക്കി മാനേജ്മെന്റ് തത്വങ്ങളും കൂടി അതിനകത്ത് ചേർത്താൽ ഇന്നത്തെ കാലഘട്ടത്തില്
മിസ്മാനേജ്മെന്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ഇമ്പോർട്ടൻ്റാ, കൊടുക്കേണ്ട രീതിയില്, കൊടുക്കേണ്ടവര്, കൊടുക്കേണ്ടവർക്ക്, കൊടുക്കേണ്ട വിഷയത്തെക്കുറിച്ച് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുകയാണെങ്കിൽ എടുക്കേണ്ടവര് അതെടുക്കാതിരിക്കില്ല. അപ്പൊ കൊടുക്കേണ്ടത് അതേ രീതിയിലായിരിക്കും, അപ്പൊ എടുക്കാതിരിക്കില്ല. എടുക്കുന്ന മാത്രല്ല, അത് ജീവിതത്തിൽ പകർത്തിയാൽ അസാധാരണമായ മാറ്റം നമ്മളിൽ ഉണ്ടാകുമെന്ന് കൂടി ഓർമ്മിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീത പ്രണാമം. നമസ്കാരം.